നമസ്കാരം. SCV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് മുനിക്കക്കട വഴിമുഖത്ത് കാണാതായ യുവാക്കൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി. കടലിൽ മുങ്ങിമരിച്ച അരുണിനും രഞ്ജിത്തിനും ജന്മനാട് കണ്ണീരോടെ വിട നൽകി. രക്ഷാപ്രവർത്തനത്തിൽ സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയെന്നാരോപിച്ച് കുന്നംകുളത്ത് CPM ഉപരോധം. എയ്യാൽ കാർത്യായനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭഗവതിയുടെ പഞ്ചലോഹത്തിടമ്പും വെള്ളിമാലയും കവർന്നു. ഫാദർ A.N. ജേക്കബ് എന്ന ചാലിശ്ശേരിയുടെ സ്വന്തം ഈക്കുട്ടി അച്ഛനെ ഗ്രാമം പ്രാർത്ഥനാപൂർവ്വം വിടചൊല്ലി. ഞാൻ അജയ്. വാർത്തകൾ വിശദമായി. ചാവക്കാട് മുനയ്ക്കക്കടവ് ദുരന്തത്തിൽ കാണാതായ യുവാക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. കടലിൽ കാണാതായ 5-അംഗ സംഘത്തിലെ 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കാണാതായ 2 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് തുടരുന്നത്. രാവിലെ 11 മണിയോടെ നേവിയുടെ ഹെലികോപ്റ്റർ ചാവക്കാടൻ തീരദേശത്തെത്തി 2 റൗണ്ട് തിരച്ചിൽ നടത്തിയതിനു ശേഷം മടങ്ങി. മുനയ്ക്കക്കടവിൽ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. ട്രോളിംഗ് നിരോധനമുള്ളതുകൊണ്ട് മത്സ്യബന്ധന ബോട്ടുകൾ കടലിലിറക്കാൻ പാടില്ലെന്നതിനാൽ കളക്ടറുടെ പ്രത്യേക അനുമതിയോടെ മത്സ്യത്തൊഴിലാളികളുടെ 3 ബോട്ടുകളാണ് തിരച്ചിലിനുള്ളത്. ഓരോ ബോട്ടിലും നീന്തൽ വിദഗ്ധരായ ഓരോ പോലീസുകാർ വീതമാണുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ സംഘമാണ് ഇവർക്കൊപ്പമുള്ളത്. കുന്നംകുളം സ്വദേശികളായ അരുൺ, രഞ്ജിത്ത്, വിശാൽ എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി സംസ്കരിച്ചിരുന്നു. ജെഫിൻ, കാർത്തിക് എന്നിവരുടെ മൃതദേഹമാണ് ഇനി കണ്ടെത്താനുള്ളത്. കടലിന്റെ ഒഴുക്ക് തെക്കുഭാഗത്തേക്കായതിനാൽ തളിക്കുളം, വാടാനപ്പള്ളി ബീച്ചുകളിലാണ് കോസ്റ്റ് ഗാർഡ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. കടലിൽ കാണാതായവരുടെ ബന്ധുക്കൾ കടൽത്തീരത്ത് രാവിലെ മുതൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി ഷാജി, ചാവക്കാട് CI KG സുരേഷ്, തഹസിൽദാർ VA മുഹമ്മദ് റഫീഖ്, വില്ലേജ് ഓഫീസർമാരായ KT ബാബു, സെൻ ബാബു തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മുനയ്ക്കക്കടവിലെ ദുരന്തം തളർത്തിയ കിഴൂരിൽ ഇനിയും കണ്ണീരും വിലാപങ്ങളും ഒടുങ്ങുന്നില്ല. കടലിൽ മുങ്ങിമരിച്ച അരുണിനും രഞ്ജിത്തിനും ജന്മനാട് കണ്ണീരോടെ വിട നൽകി. രാവിലെ 11 മണിയോടെ കിഴൂർ സെന്ററിൽ ഒരുക്കിയ പന്തലിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് രഞ്ജിത്തിന്റെയും അരുണിന്റെയും മൃതദേഹങ്ങൾ സ്വന്തം വീടുകളിൽ എത്തിച്ചത്. കിഴൂരിലെ എല്ലാ വഴികളിലൂടെയും ജനം ഇവരുടെ വീടുകളിലേക്ക് പ്രവഹിച്ചെത്തുകയായിരുന്നു. ദുരന്തത്തിൽ മരിച്ച വിശാലിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സംസ്കരിച്ചിരുന്നു. രഞ്ജുവിൻ്റെയും അരുണിൻ്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റോയൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പൊതുദർശനത്തിന് വെച്ച അരുണിൻ്റെയും രഞ്ജുവിൻ്റെയും മൃതദേഹങ്ങളിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ജനശതങ്ങളാണ് എത്തിയത്. CPI നേതാക്കളായ KP രാജേന്ദ്രൻ, NK സുബ്രഹ്മണ്യൻ, NCP നേതാക്കളായ രാജൻ മാഷ്, AV വല്ലഭൻ, CPIM ഏരിയ സെക്രട്ടറി M ബാലാജി, കുന്നംകുളം നഗരസഭാ ചെയർമാൻ TS സുബ്രഹ്മണ്യൻ, നഗരസഭാ കൗൺസിലർമാർ, വിവിധ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ അന്ത്യോപചാരം അർപ്പിച്ചു. ഇരുവരുടെയും മൃതദേഹങ്ങൾ 1 മണിയോടെ ചെറുതുരുത്തി പുണ്യതീരത്ത് സംസ്കരിച്ചു. ദുരന്തത്തിൽ കടലിൽ മുങ്ങിത്താണ കാർത്തിക്കിനും ജെഫിക്കും വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിന്റെ നടുക്കവും കണ്ണീരും ഇനിയും കിഴൂർ ഗ്രാമത്തെ വിട്ടൊഴിഞ്ഞിട്ടില്ല. കുന്നംകുളത്തെ 5 യുവാക്കൾ കടലിൽ മുങ്ങിമരിച്ച് 3 ദിവസമായിട്ടും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടത്ര സംവിധാനം ഒരുക്കാതെ ഗുരുതര വീഴ്ച വരുത്തിയ UDF സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPIM പ്രവർത്തകർ 1 മണിക്കൂറോളം കുന്നംകുളം തൃശൂർ റോഡ് ഉപരോധിച്ചു. പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ഉപരോധ സമരം CPIM ഏരിയ സെക്രട്ടറി M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം TK വാസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം PG ജയപ്രകാശ്, MN സത്യൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പത്മം വേണുഗോപാൽ, നഗരസഭാ കൗൺസിലർ സ്മിത ജിന്നി, അജിത പുഷ്പാകരൻ എന്നിവർ നേതൃത്വം നൽകി. അപ്രതീക്ഷിതമായി ഒഴുക്കിൽപ്പെടുകയും അതിലെ ഒരു യുവാവിനെ മത്സ്യത്തൊഴിലാളികൾ രക്ഷിക്കുകയും ഒരു യുവാവ് കരയ്ക്ക് കയറിയതുകൊണ്ട് രക്ഷപ്പെടുകയും 5 യുവാക്കളെ കാണാതാവുകയും ചെയ്ത സ്ഥിതിയുണ്ടായി. ഒരു കുന്നംകുളത്തിന്റെ മുഴുവൻ ജനപ്രതിനിധികളും, കുന്നംകുളം MLA, ചാവക്കാട് MLA, അതുപോലെ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഒരു 5 മണി മുതൽ ചാവക്കാട് കടപ്പുറത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്താനാകും എന്ന വിശ്വാസത്തിൽ രാത്രി ഏറെ വൈകുന്നോളം ആ ദുരന്ത നിവാരണ സമിതിയുടെ ആരുണ്ടവിടെ
ചാവക്കാടൻ തീരപ്രദേശങ്ങളിൽ രക്ഷാദൂതന്മാരായി ടൂറിസം വകുപ്പ് നിയോഗിച്ച ലൈഫ് ഗാർഡുകൾ ദുരന്തങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായരാവുകയാണ്. വേണ്ടത്ര ജീവൻ രക്ഷാ ഉപകരണങ്ങളില്ലാത്തതാണ് ലൈഫ് ഗാർഡുകളെ വലയ്ക്കുന്നത്. ഒരു കയറും ഒരു വിസിലും റെസ്ക്യൂ ട്യൂബും മാത്രം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഗതികേടാണ് ചാവക്കാടൻ തീരപ്രദേശത്തെ ലൈഫ് ഗാർഡുകൾക്കുള്ളത്. ചേറ്റുവ മുതൽ ചാവക്കാട്, ബ്ലാങ്ങാട്, പെരിയമ്പലം, മന്ദലംകുന്ന് ബീച്ച് വരെയുള്ള 10 കിലോമീറ്റർ ദൂരത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ടൂറിസം വകുപ്പ് നിയോഗിച്ചിരിക്കുന്നത് 4 ലൈഫ് ഗാർഡുകളെയാണ്. ഇവരിൽ 2 പേർ വീതം മാറി മാറിയാണ് തീരദേശ സേവനത്തിനുണ്ടാവുക. 10 കിലോമീറ്റർ ദൂരത്ത് ഓടിയെത്താനാകാത്തതുമൂലം തൽക്കാലത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വിസിൽ നൽകി സന്ദർശകരുടെ നിയന്ത്രണം ഏൽപ്പിച്ചാണ് ഇവർ മറ്റൊരു തീരദേശത്തേക്ക് പോവുക. മത്സ്യത്തൊഴിലാളികളുടെ നിയന്ത്രണങ്ങളെ കടൽ കാണാനെത്തുന്നവർ മുഖവിലക്കെടുക്കാറുമില്ല. തീരദേശങ്ങളിൽ ജീവൻ രക്ഷാ ബോട്ടും നീന്തൽ വിദഗ്ധരെയും നിയമിക്കുമെന്ന വാഗ്ദാനം നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസവും മുമ്പ് പലപ്പോഴും നടന്ന ദുരന്തങ്ങളുടെ തീവ്രത കുറയ്ക്കാനാകുമായിരുന്നു. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ അനുവദിച്ച ബോട്ട് ചേറ്റുവ ഐലൻഡിൽ നിതാന്ത വിശ്രമത്തിലുമാണ്. ഇന്ധനത്തിന്റെ ഭാരിച്ച ചെലവും ബോട്ട് ഓടിക്കാൻ ആളില്ലാത്തതും മൂലമാണ് ബോട്ട് വിശ്രമത്തിലായത്. കടൽക്ഷോഭം മൂലം അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷയ്ക്കായാണ് ലൈഫ് ബോട്ടുകൾ. 7 നീന്തൽ വിദഗ്ധരെയും നിയമിക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ട്രോളിംഗ് നിരോധനത്തിന് മുമ്പ് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നതാണ്. തീരുമാനങ്ങൾ ഇനിയും നടപ്പിലായിട്ടില്ലെന്നതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. മുനയ്ക്കക്കടവിൽ ആരംഭിക്കാനിരുന്ന തീരദേശ പോലീസ് സ്റ്റേഷൻ ഉടൻ ആരംഭിക്കണമെന്നും ലൈഫ് ബോട്ട് ഏർപ്പെടുത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. തീരദേശ ലൈഫ് ഗാർഡുകൾക്ക് ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ആവശ്യമായ മുഴുവൻ ഉപകരണങ്ങളും ലൈഫ് ബോട്ടും ഏറ്റവും കുറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ സഹായം തേടുന്നതിനാവശ്യമായ മൊബൈൽ ഫോണുകളെങ്കിലും നൽകാൻ സംസ്ഥാന ടൂറിസം വകുപ്പ് തയ്യാറാകേണ്ടതുണ്ട്. ചാവക്കാട് ഭാഗത്തുള്ള കടലോരത്ത് നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. ചാവക്കാട് ബീച്ചിൽ തന്നെ ഉദാഹരണത്തിന് പറഞ്ഞാൽ 2 ഗാർഡന്മാരെ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ ലൈഫ് ജാക്കറ്റോ അല്ലെങ്കിൽ നീന്താനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. അവരടുത്തുള്ള ആകെ 2 കയറും 2 വിഷലുമാണ്. ഇവരെ കൊണ്ടൊന്നും ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെടുന്ന ആളുകളെ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ല. മത്സ്യത്തൊഴിലാളികളുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഇത്രയും കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനം രക്ഷിച്ചത്. കടപ്പുറം മുനയ്ക്കക്കടവ് ദുരന്തം മരണപ്പെട്ട യുവാക്കളുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് MLA ബാബു എം പാലിശ്ശേരി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കത്ത് നൽകി. ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർ ഇപ്പോൾ മാനസികമായും സാമ്പത്തികമായും തകർന്നിരിക്കുകയാണ്. ഈ കുടുംബാംഗങ്ങളുടെ ഇനിയുള്ള ജീവിതവും അനാഥമായിരിക്കുകയാണ്. ഇതൊക്കെ കണക്കിലെടുത്ത് മരണമടഞ്ഞ 3 യുവാക്കളുടെയും ഇനിയും കണ്ടെത്താനുള്ള 2 യുവാക്കളുടെയും കുടുംബത്തിന് അടിയന്തരമായി ധനസഹായം അനുവദിച്ച് കുടുംബങ്ങളെ സഹായിക്കുവാനും കാണാതായവരെ കണ്ടെത്താനും ഊർജിതമായ അന്വേഷണം നടത്തുന്നതിനും നടപടി ഉണ്ടാകണമെന്ന് MLA കത്ത് മുഖേന മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. എയ്യാൽ കാർത്യായനി ദുർഗാക്ഷേത്രത്തിൽ മോഷണം. ഭഗവതിയുടെ പഞ്ചലോഹത്തിടമ്പും വെള്ളിമാലയും കവർന്നു. 5 കിലോഗ്രാം തൂക്കം വരുന്ന വർഷങ്ങളുടെ പഴക്കമുള്ള പഞ്ചലോഹത്തിടമ്പും വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 18 ഗ്രാമിന്റെ വെള്ളിമാലയുമാണ് കവർന്നത്. നടപ്പുരയുടെ വാതിൽ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ നമസ്കാര മണ്ഡപത്തിന്റെയും പൂട്ട് തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പുലർച്ചെ 5-ന് ശേഷം ക്ഷേത്രത്തിലെത്തിയ മുട്ടുശാന്തി രാമൻ നമ്പൂതിരിയാണ് മോഷണ വിവരം ആദ്യം അറിയിച്ചത്. എരുമപ്പെട്ടി പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. വിലക്കയറ്റത്തിനെതിരെ നടപടി സ്വീകരിക്കാത്ത കേന്ദ്ര സംസ്ഥാന